السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ഓതിവച്ച വിശുദ്ധ ഖുർആനിൻ്റെ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള രണ്ടാമത്തെ ആയത്താണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സത്യപ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്. സാമൂഹിക സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം എവിടെയാണ് നിൽക്കുന്നത് എങ്കിൽ ആ ഒരവസ്ഥയിൽ തന്നെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ജാഹിലിയത്തിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന കാലഘട്ടം എങ്ങനെയാണോ ആ ഒരു സാഹചര്യം തന്നെയാണ് ആധുനിക സമൂഹത്തിലും അല്ലെങ്കിൽ 2024 നിലനിൽക്കുന്നത് എന്നതാണ് സാമൂഹിക പശ്ചാത്തലങ്ങളെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് എന്നതാണ്. ജാഹിലിയ സമൂഹത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അന്നിൻ്റെ ചരിത്രകാരന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവർ 3Ws വേണ്ടി ജീവിച്ച ആളുകളായിരുന്നു എന്നതാണ്. എന്താണ് 3W എന്ന് പറയുന്നത്? വൈനും അതുപോലെ തന്നെ വാറും വുമണുമാണ്. മദ്യവും മദിരാശിയും അതുപോലെ തന്നെ യുദ്ധവുമാണ് ആ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി ഉണ്ടായിരുന്നതെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ വിശുദ്ധ ഖുർആൻ അവരിൽ വരുത്തിയ പരിവർത്തനങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും. അവരിലേക്ക് നിരക്ഷരനായിട്ടുള്ള ഒരു പ്രവാചകനെ അള്ളാഹു അയക്കുകയാണ്. എന്നിട്ട് ആ പ്രവാചകൻ എന്തൊരു വിധത്തിലുള്ള മാറ്റമാണ് ആ സമൂഹത്തിലുണ്ടാക്കിയത്? യത്ലു അലൈഹിം ആയാതിഹി. അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥം അവർക്ക് മുമ്പിൽ, ആ സമൂഹത്തിന് മുമ്പിൽ പാരായണം ചെയ്ത് കൊടുക്കുകയാണ്. വയുസക്കീഹിം. അതുവഴി അവരെ സംസ്കരിക്കുകയാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വേദവിജ്ഞാനം അവരെ പഠിപ്പിക്കുകയാണ്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അതിനു മുമ്പ് അവർ നിരക്ഷരരായ വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹമായിരുന്നു എന്നതാണ്. ഇന്നത്തെ കാലഘട്ടം ചിന്തിക്കുമ്പോൾ, ആധുനിക വാർത്താ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മളും ആലോചിക്കേണ്ടത്, നമ്മളിവിടെ നടത്തേണ്ട യുദ്ധം എന്ന് പറഞ്ഞത് അത് എന്താണോ ഏറ്റവും മോശപ്പെട്ട ആ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് ആ വിശുദ്ധ ഖുർആനിനെയാണ് ഈ സമൂഹത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നതാണ് ഈ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാവിധത്തിലും അജ്ഞതയിലാണ്ട ഒരു സമൂഹത്തെ വളരെ കൃത്യമായ ഒരു കാലഘട്ടം കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമൂഹം എന്നതിലേക്ക് വഴി നടത്തിയതിൻ്റെ സർട്ടിഫിക്കറ്റ്
ലഭ്യമാകുന്ന ഒരു സമൂഹമായി ആ സമൂഹത്തെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു കാര്യം, നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാരംഭിച്ച് നമ്മുടെ അയൽവാസികളിലേക്കും സമൂഹങ്ങളിലേക്കുമൊക്കെ അത് ആ പ്രഭ നൽകുന്നവരായി മാറുന്ന പ്രവർത്തനത്തിൽ സജീവമാകണമെന്നതാണ് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് എന്നതാണ്. കാരണം നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ എന്നതാണ്. നമ്മൾ വെളിച്ചം പരീക്ഷ എഴുതുന്നവരാണ്. അതിൽ 100 മാർക്ക് ലഭ്യമാകുന്ന ആളുകൾക്ക് അതിനുള്ള സമ്മാനം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതിലുപരി ഈ സമ്മാനം വിശുദ്ധ ഖുർആൻ പഠിച്ചതുകൊണ്ട്, അതിൻ്റെ വെളിച്ചം സ്വീകരിച്ചതുകൊണ്ട് എനിക്ക് പാരത്രികമായ ജീവിതത്തിൽ ലഭ്യമാകണം എന്ന ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരിക്കണം നമ്മൾ ഏർപ്പെടേണ്ടത് എന്നതാണ് പ്രിയപ്പെട്ടവരോട് ചോദിക്കാനുള്ളത്. പലപ്പോഴും നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് വിശ്വാസപരമായ മേഖലയിൽ നിന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ചോദിച്ച ഒരു ഈമാനുണ്ട്. ആ ഈമാൻ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിർ ഖൽബി യഖീനൻ സ്വാദിഖൻ ഹത്താ അലമ അന്നഹു ലാ യുസീബനി ഇല്ലാ മാ കതബ്തലി വരിളം ബിമാ ഖസംതലി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിച്ചൊരു ഈമാനാണ്. അള്ളാഹുവെ, ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട്, ആ ചോദിക്കുന്ന ഈമാൻ എൻ്റെ കൽബിൽ ലൈവായി നിലനിൽക്കുന്ന ഈമാനാണ്. മാത്രമല്ല സത്യസന്ധമായിട്ടുള്ള ദുനിയാവിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല പാരത്രികമായ ജീവിതത്തിലേക്ക് കൂടി ഉപകാരപ്രദമായ എൻ്റെ കാലുകൾക്ക് എൻ്റെ ജീവിതത്തിന് ഉറപ്പ് നൽകുന്ന ഹത്താ അലമ അന്നഹു ലാ യുസീബനി ഇല്ലാ മാ കതബ്തലി, നീ എഴുതി വെക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് തിരിച്ചറിവ് നൽകുന്ന ഈമാൻ. വരിളം ബിമാ ഖസംതലി, ഒരു വിശ്വാസിയിൽ, ഖുർആൻ പഠിക്കുന്ന ഒരു വിശ്വാസിയിൽ ആദ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം അതാണ് എന്നതാണ്. ഉറച്ച വിശ്വാസം ഉണ്ടാവണം. ആ ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ അതാണ് ശരിയായ ആദർശം എന്ന് പറയുന്നത്. ആ ഉറച്ച വിശ്വാസം അത് സ്വീകരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദർശത്തിൽ നിന്ന് ഒരിക്കലും തന്നെ വ്യതിചലിച്ചു പോവുകയില്ല. അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, ആ തമ്പുരാനാണ് എനിക്ക് ഈ ജീവിതത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ നൽകിയത്, അവനാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവൻ തീരുമാനിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. അതാണ് യഥാർത്ഥത്തിൽ ശരിയായ ആദർശം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നമ്മുടെ പേരുകളിൽ പോലും അറിയപ്പെടുന്ന ആളുകളിൽ നിന്ന് പോലും നമുക്ക് വേദനകൾ ഉണ്ടാക്കുന്ന, പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഭയപ്പാടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഒരു വിശ്വാസിയിൽ രൂഢമൂലമാകേണ്ടുന്ന വിശ്വാസം എന്താ? അതാണ് അള്ളാഹു പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും, എൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ ജീവിതത്തിലോ എന്നെ ബാധിക്കുന്നില്ല, ഒരു മനുഷ്യനെ ബാധിക്കുന്നില്ല, എന്തല്ലാതെ ഇല്ല ഒരു മുസീബത്തും ഉണ്ടാകുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് സംഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ അത് വളരെ കൃത്യമായി എഴുതി രേഖപ്പെടുത്താതെ എന്നതാണ്. മാത്രമല്ല ഇന്ന ദാലിക അലല്ലാഹി യസീർ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ രക്ഷിതാവ്, എന്നെ ഇഷ്ടപ്പെടുന്ന തമ്പുരാൻ, കാരുണ്യവാനായ നാഥൻ, അവൻ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഇത് എന്തിനാണ് അള്ളാഹു എഴുതി രേഖപ്പെടുത്തിയത്? എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം, എനിക്കെന്തെല്ലാം ആപത്തുകൾ ഉണ്ടാവണം, എന്നെ എന്തെല്ലാം ലോകത്ത് രോഗമായി പരീക്ഷിക്കപ്പെടണം എന്നത് എന്നെ സൃഷ്ടിച്ച എൻ്റെ രക്ഷിതാവ് തീരുമാനിച്ചതാ. അതിൽ മറ്റൊരാൾക്കും പങ്കില്ല. അത് മറ്റാരും ചെയ്തത് കൊണ്ടല്ല, അതെന്തെങ്കിലും വസ്തുക്കളിൽ ആരെങ്കിലും എഴുതി കുറുക്കിയത് കൊണ്ടല്ല, അതെൻ്റെ രക്ഷിതാവ് കൃത്യമായും എഴുതി വച്ചതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. പലപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിൽ പോലും രോഗത്തിൻ്റെ കാരണങ്ങൾക്കുള്ള ചികിത്സ തേടിക്കൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലേക്കും ആളുകൾ എത്തപ്പെടുന്നു എന്നതാണ്. ആധുനിക വൈദ്യശാസ്ത്രം എത്രമാത്രം ഉയർന്നു നിൽക്കുമ്പോഴും അതല്ലാത്ത തരത്തിലുള്ള
അതാരോ ചെയ്തതാണ്, എന്തിലോ ചെയ്തതാണ്, എന്തോ കുഴിച്ചിട്ടതാണ് എന്ന തരത്തിലേക്ക് വിശ്വാസം പോകുന്നു എന്നതാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള് വലാ ഫീ അൻഫുസിക്കും. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല, ഈ ലോകത്ത് സംഭവിക്കുന്നില്ല ഒരു കാര്യം, അത് കൃത്യമായും അള്ളാഹു എഴുതി രേഖപ്പെടുത്താതെ. എപ്പോഴാണ് എഴുതി രേഖപ്പെടുത്തുന്നത്? സംഭവിക്കുന്നതിന് മുമ്പ് അത് അള്ളാഹു എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് അള്ളാഹുവിന് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് എന്നതാണ്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ശരിയായി നിലനിൽക്കാൻ കഴിയണം. ഒരു മരണം സംഭവിച്ചാൽ, ഏതെങ്കിലും തരത്തിലുള്ള രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട്, അല്ലെങ്കിൽ മറ്റു പല തരത്തിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് നമ്മളൊക്കെ തന്നെ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആൻ വെളിച്ചം നൽകിയ ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകേണ്ട തീരുമാനം, അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഇത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയതാണ് എന്ന പ്രതീക്ഷയാണ്, അതേപോലെ തന്നെ പരീക്ഷണമാണ് എന്ന ഒരു ചിന്തയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടോ അള്ളാഹു എന്ത് നൽകിയാലും വരിളം ബിമാ ഖസം തലി, അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്ന ഈമാൻ, അതാണ് ഒരു വിശ്വാസി നേടിയെടുക്കേണ്ടത് എന്നതാണ്. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നിരാശയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഖുർആൻ പഠിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും തന്നെ നിരാശപ്പെട്ടു പോവുകയില്ല എന്നതാണ്. ഇത് വിശുദ്ധ ഖുർആൻ എങ്ങനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്? അത് മഹാനായ ഒരു പ്രവാചകന്റെ കുടുംബത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് നിരാശപ്പെട്ടു പോകരുത് എന്ന് പഠിപ്പിക്കുന്നത്. ആരുടെ ചരിത്രമാണ്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. തൻ്റെ പ്രിയപ്പെട്ട മകൻ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം വിശുദ്ധ ഖുർആൻ ഒരു അധ്യായത്തിൽ സൂറ യൂസുഫിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അന്വേഷിച്ചു കൊണ്ടുപോകുവാൻ തൻ്റെ മക്കളോട് കൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് ആ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, യാ ബുനയ്യ, എൻ്റെ മക്കളെ, ഇദ്ഹബു, നിങ്ങൾ പോകണം, ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീ, അതേപോലെ തന്നെ യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്കണം. എന്നിട്ടോ ആ പിതാവ് നൽകുന്ന ഉപദേശം എന്താ? വലാ തൈഅസൂ മിൻ റൗഹില്ല, വലാ തൈഅസൂ മിൻ റൗഹില്ല, നിങ്ങളൊരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിങ്ങളൊരിക്കലും തന്നെ നിരാശപ്പെട്ടു പോകുവാൻ പാടില്ല. കാരണം ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ല ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അള്ളാഹുവിൻ്റെ ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടു പോകുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അത് അവിശ്വാസികളായ ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഒരു ഉപദേശമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിശ്വാസി ഒരിക്കലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവനാണ്. അവൻ്റെ ജീവിതത്തിൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ, മരണം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ, ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കേണ്ടുന്ന ഒരവസ്ഥ അവനിൽ ഉണ്ടാകേണ്ടതില്ല എന്നതാണ്. മറിച്ച് അവൻ പ്രതീക്ഷയുള്ളവനാകണം, അവൻ നിരാശപ്പെട്ടു പോകുന്നവനാകരുത് എന്നാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ചതാ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആലോചിക്കുക, ദുനിയാവിൽ നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി അതിനെ നേരിടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഈമാൻ നേടിയെടുക്കാൻ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്ബറുൽ കബായിർ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശദീകരിക്കുമ്പോൾ അതിലൊന്നാമതായി പറഞ്ഞത് അശ്ർക്കു ബില്ലാ എന്നാണ്. അശ്ർക്കു ബില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞു. രണ്ടാമതോ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് വൽ ഇയാസു മിൻ റൗഹില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള നിരാശയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കിന് തുല്യമായി, അല്ലെങ്കിൽ ശിർക്കാണ് ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞതിന് ചേർത്തുകൊണ്ടാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത്. ദുനിയാവിൻ്റെ ജീവിതത്തിൽ അവനൊരിക്കലും തന്നെ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. കാരണം അവൻ തവക്കുൽ ചെയ്തിട്ടുള്ളത് കാരുണ്യവാനായ തമ്പുരാനിലാണ് എന്നതാണ്. അവൻ്റെ പിടുത്തം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന നിലയിലുള്ള പിടുത്തമാണ്, അള്ളാഹുവിലാണ്. അതുകൊണ്ട്
ആ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും നിരാശ വരാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവനാണ് ദുനിയാവിൻ്റെ ജീവിതത്തിലെ സമാധാനവും പാരത്രികമായ ജീവിതത്തിൻ്റെ സമാധാനവും ലഭ്യമാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തി എന്നതാണ്. സഹാബത്തിൻ്റെ ജീവിതം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ അവരെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ അവരുടെ മാനസികമായ പ്രയാസങ്ങൾക്ക് മാത്രമല്ല, മാനസികമായ വിഷാദങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ മാത്രമല്ല പരിഹാരം നിർദ്ദേശിച്ചത്, മറിച്ച് അവരുടെ ശാരീരികമായ പ്രശ്നങ്ങളിൽ പോലും അവർക്ക് വിശുദ്ധ ഖുർആനിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആ വിവരമറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യജമാനൻ ആരയിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പി, ആ കമ്പി പൊള്ളിച്ചുകൊണ്ട്, ആ കമ്പി ചുട്ടെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുതുകിലും ശരീരഭാഗങ്ങളിലുമൊക്കെ വെച്ചുകൊണ്ട് പൊള്ളിക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലേക്ക് വന്നുകൊണ്ട് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ച് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു നടക്കുന്ന ഒരു സമയമുണ്ട്. ആ തിരിച്ചു നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തോളിലുള്ള വസ്ത്രം അടിഞ്ഞുകൊണ്ട് താഴെ വീഴുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പൊട്ടിപ്പൊട്ടിക്കരയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത്, അല്ല ഖബ്ബാബേ, ഇത്രമാത്രം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ എങ്ങനെയാണ് നിനക്ക് ഈ ഇസ്ലാമിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പാരായണം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ സൂറ സുമറിൻ്റെ 23-ാമത്തെ വചനമാണ്. ആ വചനം എങ്ങനെയാണ്? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മതാനി തഖ്ശഹിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ദാലിക ഹുദല്ലാഹ് യഹ്ദീ ബിഹി മൻ യശാ വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം പാരായണം ചെയ്തു കൊടുക്കുന്നത്. എന്താണ് ഈ ആയത്ത്? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മതാനി തഖ്ശഹിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും എന്ന് പറയുന്ന ആയത്ത് അല്ലാഹുവാണ് ഏറ്റവും ഉത്തമമായ വർത്തമാനമായിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് എന്നതാണ്. ആ വചനങ്ങളുടെ പ്രത്യേകത എന്താണ്? ആ വചനങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം സാമ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളുള്ളതുമായൊരു ഗ്രന്ഥമാണ്. മാത്രമല്ല തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ അത് നിമിത്തം രോമാഞ്ചമണിയുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ എൻ്റെ ശരീരത്തിലേക്കുന്ന മുറിപ്പാടുകൾക്ക്, തീപ്പൊള്ളലുകൾക്ക്, എൻ്റെ യജമാനൻ ഏൽപ്പിക്കുന്ന തീപ്പൊള്ളലുകൾക്ക് എനിക്ക് രോമാഞ്ചം നൽകുവാൻ മാത്രം വിശുദ്ധ ഖുർആൻ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിരുന്നു എന്നതാണ് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. അതുമാത്രമല്ല, പിന്നീടോ സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, പിന്നീട് അവരുടെ തൊലിയും അതേപോലെ തന്നെ അവരുടെ ഹൃദയങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ ആ സ്മരണയിലേക്ക് വിനീതമാവുകയും ചെയ്യുന്നു എന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ദാലിക ഹുദല്ലാഹ്, അതാണ് അള്ളാഹുവിൻ്റെ മാർഗദർശനം, അതാണ് ശരിയായ മാർഗദർശനം. യഹ്ദീ ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആ ശരിയായ പാന്താവിലേക്ക് വഴി നടത്തുന്നു എന്നതാണ്. മാത്രമല്ല വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, എന്നിട്ട് പറയുന്നത് ആര് അള്ളാഹു വഴിപിഴവിലാക്കിയോ അവനെ സംബന്ധിച്ചിടത്തോളം അവന് വഴി കാണിക്കുവാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിൻ്റെ വെളിച്ചം സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ. അതിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് വാത്തോരാതെ സംസാരിക്കുന്നവരാണ് നമ്മൾ ആലോചിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെ ഏത് ആയത്താണ് എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നത് എന്ന് കൃത്യമായി ആലോചിക്കേണ്ടതില്ലേ? ഖുർആൻ പഠിതാക്കളാണ് നമ്മൾ. ആലോചിക്കുക, എൻ്റെ കുടുംബ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്? ഒരു ഉമ്മ എന്നുള്ള നിലക്ക് എൻ്റെ മക്കളോട് കാണിക്കേണ്ടുന്ന, ഒരു ഉപ്പ എന്നുള്ള നിലക്ക് എൻ്റെ മക്കളോട് കാണിക്കേണ്ടുന്ന
ഒരു സഹോദരൻ എന്നുള്ള നിലക്ക് എൻ്റെ സഹോദരങ്ങളോട് കാണിക്കേണ്ടുന്ന, എൻ്റെ അയൽവാസികളോട് കാണിക്കേണ്ടുന്ന, എൻ്റെ സമൂഹത്തോട് കാണിക്കേണ്ടുന്ന എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടാൻ വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ എനിക്ക് വെളിച്ചം നൽകിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക. പലപ്പോഴും ഖുർആൻ പഠിക്കുന്നവരാണ് നമ്മൾ, ഖുർആൻ കേൾക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള പലതിനും പരിഹാരം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിലും ആ പകക്കോ വിദ്വേഷങ്ങൾക്കോ ഒന്നും തന്നെ പരിഹാരമായി വിശുദ്ധ ഖുർആൻ മാറുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ മിണ്ടാതിരിക്കരുത്, തെറ്റിപ്പിരിഞ്ഞു നിൽക്കരുത്. പക്ഷേ ഏതെല്ലാം വീടകങ്ങളിൽ ഉമ്മയും ഒപ്പയും മക്കളും കൃത്യമായും ശരിയായി മനസ്സിലാക്കാതെ സംസാരിക്കാതെ ഇടപെടാതെ നിൽക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമ്മൾ ആലോചിക്കുക. അതേപോലെ തന്നെ മറ്റു വീടുകളിൽ നിന്ന് തൻ്റെ ആൺമക്കൾ കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളെ പെൺമക്കളായി കാണേണ്ടതിന് പകരം മറ്റൊരു തലത്തിൽ കാണുന്ന അവസ്ഥയിലേക്ക് കുടുംബ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്നുവെങ്കിൽ, അവരിൽ തന്നെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നുവെങ്കിൽ, മക്കൾക്കിടയിൽ അത്തരത്തിലുള്ള വകതിരിവുകൾ നമ്മളിൽ ഉണ്ടാകുന്നുവെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ എവിടെയാണ് നമുക്ക് വെളിച്ചം നൽകിയത്? കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആലോചിക്കേണ്ടത്. സാമൂഹികമായ ബന്ധങ്ങളിൽ ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ നിൽക്കുവാൻ, നമ്മുടെ നന്മയിൽ പ്രചോദനമായി വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പ്രചോദനമായി മാറുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ളത് മറ്റുള്ള ആളുകൾക്ക് നൽകണം എന്നതാണ്. എന്താണ് നൽകേണ്ടത്? സമ്പത്ത് മാത്രമാണോ? സമ്പത്ത് മാത്രമല്ല, അവൻ്റെ സമയം മറ്റുള്ളവർക്ക് നൽകാൻ കഴിയണം, അവൻ്റെ വിജ്ഞാനം മറ്റുള്ളവർക്ക് നൽകാൻ കഴിയണം, അവൻ്റെ സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയണം. ആ തരത്തിലേക്ക് മാനസികമായ വിശാലത നേടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗം ഫഅമ്മാമൻ അഅ്ത എന്നതാണ്. ഫഅമ്മാമൻ അഅ്ത, ആര് നൽകി, വത്തഖ, സൂക്ഷ്മത പാലിച്ചു, വസദ്ദഖ ബിൽ ഹുസ്ന, അവൻ ഏറ്റവും നല്ലതായ വിശുദ്ധ ഖുർആനിനെ സത്യപ്പെടുത്തി, ഫസനയസ്സിറുഹു ലിൽ യുസ്റ, അവൻ എന്താണ് ദുനിയാവിൻ്റെ ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും അവൻ എളുപ്പത്തിലേക്ക്, ഏറ്റവും എളുപ്പമായതിലേക്ക് വഴി നടത്തുന്നു എന്നതാണ്. നമ്മൾ ആലോചിക്കുക, സാമൂഹിക ബന്ധങ്ങൾ നമ്മുടേതെങ്ങനെയാണ്? നമ്മൾ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവോ എന്നതാണ്. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളായി സ്വീകരിക്കുവാൻ, വേദന അനുഭവിക്കുന്ന രോഗിയുടെ പ്രശ്നങ്ങളിൽ, അതേപോലെ തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമ്പോൾ ആ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്നവൻ്റെ രോഗാവസ്ഥയിൽ അവനെ പരിരക്ഷിക്കുവാനും അവനെ ശുശ്രൂഷിക്കുവാനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകേണ്ടതിലുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക എന്ന് മാത്രമല്ലല്ലോ. അതിൻ്റെ അപ്പുറമായി നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സമൂഹത്തിന് നൽകേണ്ടത്, നമ്മളിൽ നിന്ന് മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ നൽകേണ്ടുന്ന വിഷയങ്ങളിൽ നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പ്രചോദനമായിട്ടുണ്ടോ എന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കണം എന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യപ്പെടുന്ന നന്മകൾ കൃത്യമായ നന്മയിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക എന്നതാണ്. കുറേ നന്മകൾ ചെയ്യുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, നാട്ടിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, കുടുംബ ബന്ധങ്ങളിൽ കൃത്യമായി കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് അത് എത്തിച്ചേരുന്നുണ്ടോ, അതല്ല അതിൻ്റെ ഫലം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ? നമ്മളിവിടെ ഒരു വെളിച്ചം സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ സംഘാടകരായ ആളുകൾക്കുണ്ടാകേണ്ട ലക്ഷ്യമെന്താണ്? ആ ലക്ഷ്യമെന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ അത് ആളുകളിലേക്ക് എത്തിക്കുക. വിശുദ്ധ ഖുർആൻ നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യുന്ന അവസ്ഥയുണ്ടാവുക. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന വിധം മനുഷ്യർക്കിടയിൽ ക്രയവിക്രയം ചെയ്യുന്ന അവസ്ഥയുണ്ടാവുക. അത് ഇതുകൊണ്ട് ലഭ്യമാകേണ്ടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഉണ്ടാകുന്നതല്ല, നമ്മളിങ്ങനെ വന്നിരുന്ന് പ്രസംഗങ്ങൾ കേട്ട് ആ പ്രസംഗങ്ങളെ വിലയിരുത്തി പോവുകയാണ്. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന മാറ്റങ്ങൾ, ഇന്ന് ഇവിടെ വന്ന ആളുകൾക്ക് ഇതുവരെ ഇല്ലാത്ത ചില മാറ്റങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് നേടിയെടുത്തുകൊണ്ട് തിരിച്ചു പോകാൻ കഴിയണം. അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക. അതല്ലാതെ കൂടിച്ചേരലുകൾ കൊണ്ട് യാതൊരു പ്രതിഫലവും നമുക്ക് ലഭ്യമാവുകയില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നതാണ്. നമ്മൾ ഖുർആനിൻ്റെ ആളുകളാണ്, നമ്മൾ ഖുർആനിൻ്റെ ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ് എന്ന്
പ്രിയപ്പെട്ട മഹദിയോട് ചോദിക്കുന്നുണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനായിരുന്നു എന്നാണ്. അല്ലേ? നമ്മുടെ ഖുർആനുമായുള്ള ബന്ധം, കുടുംബ ബന്ധങ്ങളിൽ എന്നെ സംബന്ധിച്ച് എങ്ങനെയാണ് സ്വഭാവമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവളോട് ചോദിക്കുമ്പോൾ അവിടെ അവൾക്ക് പറയാൻ കഴിയുന്നില്ല, ഖുർആനാണെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ആലോചിക്കുക. ഖുർആൻ പഠിക്കുക മാത്രമല്ല, പ്രവർത്തന പദങ്ങളിൽ ഖുർആനിൻ്റെ ജീവിക്കുന്ന മാതൃകകളായി മാറുവാൻ നമുക്ക് ഇത്തരത്തിലുള്ള സംഗമങ്ങളിലൂടെ സാധ്യമാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത് എന്നതാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഖുർആനുമായുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മുമ്പിൽ ഒരു ആയത്ത് ഓതി കൊടുക്കുന്നുണ്ട്. എന്താണ് ആയത്ത്? വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജിലത് അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അഹ്വർ റജുലു യസിനി വയസ്രിഖു വയശ്റബുൽ ഖംർ. പ്രവാചകരെ, ഈ ആയത്തിൽ പരാമർശിക്കപ്പെടുന്ന മനുഷ്യൻ അവൻ മുഴുകുടിയനായ, അതേപോലെ തന്നെ മോഷ്ടാവായ, വ്യഭിചാരിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചാണോ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നൊരു മറുപടിയുണ്ട്, ലാ യാ ബിൻത അബൂബക്കർ, അബൂബക്കറിന്റെ മകളെ അതല്ല ഉദ്ദേശിക്കുന്നത്. അതെന്താ? വലകിന്നഹു അർറജുൽ, ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചാണ്. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? യസൂമു, അവൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, വയുസല്ലി, അവൻ നമസ്കരിക്കുന്നുണ്ട്, വയതസദ്ദഖു, അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടോ ആ മനുഷ്യന്റെ പ്രത്യേകത വഹുവ യഖാഫു അല്ലാ യുഖ്ബല മിൻഹു, അവൻ പേടിക്കുന്നുണ്ട്. എന്താണ് അവൻ ഭയപ്പെടുന്നത്? അവൻ ചെയ്യുന്ന അവൻ്റെ നോമ്പ്, അവൻ നമസ്കരിക്കുന്ന അവൻ്റെ നമസ്കാരം, അവൻ നിർവഹിക്കുന്ന അവൻ്റെ ദാനധർമ്മങ്ങൾ, അവൻ ചെയ്യുന്ന നന്മകൾ, ആ നന്മകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ലേ എന്ന് അയാൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പം നമ്മളിലുണ്ടാകേണ്ട ഭയപ്പാടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്നതാണ്. ദൈവഭയത്താൽ വിശ്വാസി നടത്തുന്ന ആത്മവിചാരണയുടെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രീകരണമായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന നമസ്കാരങ്ങൾ, നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഖുർആൻ പാരായണങ്ങൾ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നമുക്ക് പാരത്രികമായ ലോകത്ത് ലഭ്യമാകുമോ എന്ന ഭയപ്പാട് നമുക്കുണ്ടാവണമെന്നാണ്. പലപ്പോഴും അതുണ്ടാകുന്നില്ല. ഇന്ന് അസ്ർ നമസ്കരിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ആ അസ്ർ നമസ്കാരം പടച്ചറബ് സ്വീകരിച്ചോ ഇല്ലയോ എന്ന തരത്തിലുള്ള ഒരു ചിന്ത എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്, നമസ്കരിച്ച് സലാം വീട്ടിയിട്ടുണ്ട്. ആ സലാം വീട്ടി കഴിഞ്ഞപ്പോൾ പോലും അവിടെ പറയുന്ന അസ്തഗ്ഫിറുല്ലാ എന്നുള്ള ആ പദങ്ങൾ പോലും, അല്ലാഹുവേ എൻ്റെ നമസ്കാരത്തിൽ വന്ന ഈ പിഴവുകൾ നീ പൊറുക്കേണമേ എന്ന അർത്ഥത്തിൽ ഉച്ചരിക്കാൻ കഴിഞ്ഞ എത്ര ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ആലോചിക്കുക, എനിക്ക് അങ്ങനെ കഴിഞ്ഞോ എന്നാണ്. അതോ സലാം വീട്ടിക്കൊണ്ട് ഞാൻ അങ്ങനെ തിരിച്ചു പോരുന്നൊരവസ്ഥയാണോ ഉണ്ടായത്? ഭയപ്പാടുണ്ടോ? ഇല്ല. സഹാബത്തിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നില്ല. സഹാബത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്, അവരൊക്കെ തന്നെ ഹസൻ ബസരി റഹ്മഹുല്ല പറയാൻ. ഹസൻ ബസരി റഹ്മഹുല്ല പറഞ്ഞു, ലഖദ് അദ്റക്തു അഖ്വാമൻ കാനു മിൻ ഹസനാതിഹിം, ഒരു വിഭാഗം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അവരാരാ? പ്രവാചകന്റെ കൂടെ ജീവിച്ച ആളുകളാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ആ സഹാബികളുടെ പ്രത്യേകത അദ്ദേഹം പറയാ, അവർ ചെയ്തിട്ടുള്ള തങ്ങളുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ലേ എന്ന് ആശങ്കിക്കുന്നവരായിരുന്നു സഹാബത്ത് എന്നാണ്. നിങ്ങൾ പാപങ്ങളുടെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാപം ചെയ്താൽ ആ പാപത്തിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സഹാബത്തിന് ഭയപ്പാടുണ്ടായിരുന്നത് അവർ ചെയ്ത നന്മകളുണ്ടല്ലോ, ആ നന്മകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാണ്. നമ്മൾ ആലോചിക്കുക, അങ്ങനെ ഭയപ്പാട് നമുക്കുണ്ടോ? ഇന്ന്
നമസ്കരിച്ച 3 വക്ത് നമസ്കാരങ്ങൾ, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട്, ളുഹർ നമസ്കാരം കഴിഞ്ഞിട്ട്, അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട്, ഈ നമസ്കാരങ്ങളൊക്കെ എൻ്റെ റബ്ബ് സ്വീകരിച്ചോ, സ്വീകരിക്കുന്ന നിലയിൽ അതിനെ നിർവഹിക്കുവാൻ എനിക്ക് സാധ്യമായിട്ടുണ്ടോ തുടങ്ങിയ ഭയപ്പാടുകൾ നമുക്കുണ്ടോ? ഇല്ല എന്നതാണ്. ഭയപ്പാടുകൾ ഉണ്ടാകണം. സഹാബത്തിൻ്റെ ജീവിതം അങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചത് അങ്ങനെയാണ്. അവർക്ക് ഭയപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മൾ അസ്ർ നമസ്കരിച്ചു. ആ അസ്ർ നമസ്കാരാനന്തരം 2 തരത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ നമസ്കാരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ഒന്നാമത്തെ പ്രാർത്ഥന അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമസ്കാരത്തിന് ശേഷം നമ്മൾ സലാം വീട്ടുമ്പോൾ ആ നമസ്കാരാനന്തരം നമ്മൾ നമസ്കരിച്ച നമസ്കാരം നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ഹഫിളകല്ലാ കമാ ഹഫിൽതനി, നീ എന്നെ ശ്രദ്ധിച്ചതുപോലെ, നീ എന്നെ സൂക്ഷിച്ചതുപോലെ, നീ എത്രമാത്രം ആത്മാർത്ഥമായാണോ നിർവഹിച്ചത്, അതുപോലെ പടച്ച റബ്ബ് നിന്നെയും സൂക്ഷിക്കട്ടെ എന്ന്, ആ നമസ്കാരം സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആ നമസ്കാരാനന്തരം നമസ്കാരം നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ലയ്യഅകല്ലാ കമാ ലയ്യഅതനി, നീ എന്നെ പാഴാക്കിയതുപോലെ, നീ എന്നെ ശ്രദ്ധിക്കാതെ നമസ്കരിച്ചതുപോലെ പടച്ച റബ്ബ് നിന്നെയും പാഴാക്കട്ടെ എന്ന് ആ നമസ്കാരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതാണ്. എന്നിട്ട് അതൊരു കറുത്തിരണ്ട പുകയായി ആകാശത്തിലേക്ക് കയറിപ്പോകുമെന്നും അത് സ്വീകരിക്കാതെ ആകാശത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുമെന്നും മാത്രമല്ല പഴന്തുണി ചുരുട്ടുന്നത് പോലെ ചുരുട്ടി അത് നമസ്കരിച്ചവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുമെന്നും അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണോ ഞാനും നിങ്ങൾ നമസ്കരിച്ചത്? അങ്ങനെയാണ് നമസ്കരിച്ചതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത? ഇന്ന റജുല, തീർച്ചയായും ഒരു മനുഷ്യൻ ലയുസല്ലി, അവൻ നമസ്കരിച്ചു 60 സന, 60 കൊല്ലം നമസ്കരിച്ച ഒരു മനുഷ്യനാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യഖ്ബലു മിൻഹു സലാത്തുൻ, അവനിൽ നിന്ന് ഒരു നമസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ല പ്രവാചകരെ, 60 കൊല്ലം നമസ്കരിച്ച ഒരു മനുഷ്യൻ്റെ നമസ്കാരം എന്തുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകുന്ന മറുപടി എന്താണ്? അവൻ സുജൂദ് പൂർത്തിയാക്കിയാൽ റുകൂഉ പൂർത്തിയാക്കുകയില്ല, റുകൂഉ പൂർത്തിയാക്കിയാൽ സുജൂദ് പൂർത്തിയാക്കുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ അവനങ്ങനെ കൃത്രിമമായി യാന്ത്രികമായി നമസ്കരിക്കുന്നവനാണ്. ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ്. ഇപ്പോൾ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ഖുർആൻ പഠിക്കുന്ന ഒരു പഠിതാവ് എന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ആയത്തേതാ? നിസ്കാരത്തിന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ആയത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന ആയത്താണ്. നമസ്കരിക്കുന്ന മനുഷ്യനാണ് നാശമെന്ന ആയത്താ. കാരണം ഈ നമസ്കാരം അത് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലല്ല ഞാൻ നിർവഹിക്കുന്നതെങ്കിൽ ഇത് പാരത്രികമായ ജീവിതത്തിൽ എനിക്ക് തെളിച്ചം നൽകേണ്ടതിന് പകരം എനിക്ക് ഇരുട്ട് നൽകുന്ന അവസ്ഥയിലേക്ക് അത് മാറിപ്പോകുമെന്ന കൃത്യമായ ബോധമാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്നതാണ്. നോക്കൂ നിങ്ങൾ, പണ്ഡിതനായിട്ടുള്ള ഹാത്തിമുൽ അസമ്മി റഹ്മഹുള്ളയോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് താങ്കൾ നമസ്കരിക്കുന്നത് എന്നാണ്. താങ്കൾ എങ്ങനെ നമസ്കരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം നൽകുന്ന മറുപടി എന്താ? ആ നമസ്കാരത്തിന് സമയമായാൽ നമസ്കരിക്കേണ്ട സമയത്ത് ആ സ്ഥലത്തേക്ക് വളരെ ശ്രദ്ധയോടെ അതിന് വേണ്ട വളുവൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ എത്തി നിൽക്കും എന്നതാണ്. എന്നിട്ടോ നമസ്കാരത്തിന് സമയമാകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ആ നമസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ 2 കണ്ണുകൾക്കിടയിൽ, പിരികങ്ങൾക്കിടയിൽ ഞാൻ കഅബയെ കൊണ്ടുവന്ന് നിർത്തും. മാത്രമല്ല, ഞാൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ വലഭാഗത്ത് സ്വർഗവും ഇടഭാഗത്ത് നരകവുമാണ് എന്ന വിചാരത്തിലാണ് ഞാൻ അവിടെ നമസ്കരിക്കുവാൻ നിൽക്കുക. മാത്രമല്ല, എൻ്റെ പിന്നിൽ ഒരാൾ എൻ്റെ നമസ്കാരം കഴിയുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ആരാണത്? അത് എൻ്റെ റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്താണ്. എന്ന് പറഞ്ഞാൽ അത്ര ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ നമസ്കരിക്കാറുള്ളത്. മാത്രമല്ല, അദ്ദേഹം ഒന്നുകൂടെ പറയുന്നുണ്ട്, എന്താണെന്നറിയോ? സുമ്മ അഖുമു ബൈന റജാഇ വൽ ഖൗഫ്, ഭയപ്പാടോടുകൂടി പ്രതീക്ഷയോടുകൂടി ഞാൻ നമസ്കാരത്തിന് വേണ്ടി നിൽക്കും. എന്നിട്ടോ ഞാൻ നമസ്കരിക്കും. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം
അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്, ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ സ്വീകരിക്കുകയില്ലേ എന്നതാണ് എൻ്റെ പ്രശ്നം എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആത്മാർത്ഥമായി നമസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നതാണ്. അത്രമാത്രം ശ്രദ്ധയോടുകൂടി ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ പോലും ഈ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ഭയപ്പാടാണ് എനിക്ക് എന്ന് തൻ്റെ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന അവസ്ഥയാണ് പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ആലോചിക്കുക, നമുക്കൊരു ഭയപ്പാടുമില്ല, നിസ്കരിച്ചാൽ മതി, പോരാ. ഭയപ്പാടുകൾ ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്നത് പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറ് അത് നിർവഹിക്കാൻ എനിക്ക് കഴിയണം എന്ന ആഗ്രഹം, സ്വീകരിക്കുകയില്ല എന്ന ഭയപ്പാട്, ആ ഭയപ്പാടുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ആ ഇബാദത്തുകളിൽ കൃത്യമായ ശ്രദ്ധ അത് നമ്മളിൽ ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഖുർആൻ പഠിക്കുന്ന ആളുകളാണ്, നിസ്കരിച്ചു പോയപ്പോരാ. ഖുർആനിൻ്റെ ആയത്തുകളുടെ അർത്ഥങ്ങൾ അറിയണം. ഖുർആനിലെ പ്രാർത്ഥനകളെ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണം. ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ, പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുവാൻ ഈ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം നമുക്ക് നൽകണം, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ കഴിയണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഖുർആനിൽ അവസാനിക്കണം. അങ്ങനെയാണല്ലോ നമ്മളറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് കിടക്കുകയാണ്, വഫാത്തായി കിടക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ആരാണത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കഴുത്ത് ഞാൻ വാളുകൊണ്ടെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച് വാളുമായി നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്തോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരിക. അദ്ദേഹം വളു എടുത്തു, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. എന്നിട്ടോ മിമ്പറിൽ കയറി അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമുണ്ട്. എന്താണ് പറയുന്നത്? വമൻ യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ മുഹമ്മദ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അല്ലാഹു ഹയ്യൻ ലാ യമൂത്ത്, അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവനാണ്, അവൻ മരണപ്പെട്ടു പോകാത്തവനാണ്. എന്നിട്ടോ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ആ സമൂഹത്തിൻ്റെ മുമ്പിൽ പാരായണം ചെയ്തു. ഏതായത്ത്? മുഹമ്മദ് പ്രവാചകനെ സംബന്ധിച്ചാണ്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഖാബിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ ആ ആയത്ത് പാരായണം ചെയ്യുകയാണ്. ആ ആയത്ത് പാരായണം ചെയ്തപ്പോൾ പ്രശ്നങ്ങളെല്ലാം അവിടെ അവസാനിച്ചു എന്നതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ ആ ആയത്ത് അപ്പോൾ അവതരിച്ചതാണോ എന്നെനിക്ക് തോന്നിപ്പോയി എന്ന് പറയുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. നമ്മൾ ആലോചിക്കുക, നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ആലോചിക്കുക. ആദർശപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രവാചകനെതിരെ ഇല്ലാത്തത് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ആ വാദം അത് മക്കയിലെ മുശ്രിക്കുകളുടെ വാദമാണ് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ എടുത്തുദ്ധരിക്കുമ്പോൾ വഖാല അൽസാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കെ പലപ്പോഴും ആ ആയത്തിനെ മറികടന്നുകൊണ്ടാണ് ഹദീസുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പലതും കൊണ്ടുവരുന്നത്. നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പ്രശ്നം പരിഹരിച്ചതോ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതിയപ്പെടാം. ഇവിടെയോ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതുമ്പോൾ അതിനെ ഇല്ലാതാക്കി കളയുന്ന തരത്തിൽ മറ്റു വല്ലതും ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ അത് നൽകുന്ന വെളിച്ചമാണ്. ആ വെളിച്ചം ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായി, അതിലുപരി പാരത്രികമായ ജീവിതത്തിൻ്റെ
വെളിച്ചമായി സ്വീകരിക്കാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദിയും കടപ്പാടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ ഒരു കൂടിയിരിക്കൽ ഒരു സാലിഹായ കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കുവാനും ആ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം നുകരുവാനും പാരത്രികമായ ജീവിതത്തിലേക്ക് കൂടി അത് വെളിച്ചമായി സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും അവൻ്റെ മഹത്തായ ഫضൽ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന സമാധാനത്തിൻ്റെ ആത്മാക്കളെ എന്ന വെളിയാളം കേട്ടുകൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين 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 رحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.